പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. സ്വാമിയേ ശരണമയ്യപ്പ. നമ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ജയ് ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ശ്രീ ജഗദംബികായൈ നമഃ. ഭഗവതി പരദേവതേ പ്രസീദ. ഗുരുനാഥ ശരണം. ശ്രീമദ് ഭാഗവതത്തിലെ 9-ാം സ്കന്ധത്തിലെ അംബരീഷചരിതം എന്ന കഥാഭാഗമാണ് അനുസ്മരിക്കുന്നത്. വിവസ്വാൻ്റെ പുത്രൻ വൈവസ്വത മനു. ഈ മനു അദ്ദേഹത്തിന് 10 പുത്രന്മാർ, ഇള എന്ന പെൺകുട്ടി. ആൺമക്കളിൽ 9-ാമത്തെ ആളാണ് നഭകൻ. അദ്ദേഹത്തിൻ്റെ മകൻ നാഭാകൻ. നാഭാകപുത്രൻ അംബരീഷൻ. വ്യാഖ്യാനങ്ങൾ പലതും ഭാഗം ലഭിക്കാത്ത ആൾ നാഭാകനായിട്ട് പറയുന്നു. എന്നാൽ ശ്രീധരാചാര്യ സ്വാമികൾ നഭകനാണ് എന്ന് തീർത്തും സ്ഥാപിക്കുന്നുണ്ട്. വൈശ്രവണത്ത് രാമൻ നമ്പൂതിരിയുടെ രുദ്രപ്രീതി നേടിയത് നഭകൻ തന്നെയാണ് എന്ന് നിസ്സംശയം പറയുന്നുണ്ട്. ശിവപുരാണവും നഭകൻ എന്നാണ് വ്യാഖ്യാനിക്കുന്നത്. ഭാഗം ലഭിക്കാത്ത ആൾ നഭകനാണ്. ചെറുപ്പത്തിലെ ഗുരുകുല വിദ്യാഭ്യാസത്തിന് പോയി. അപ്പോഴാണ് ജ്യേഷ്ഠന്മാർ പിതൃസ്വത്ത് ഭാഗിച്ചു. നഭകൻ മടങ്ങി വരില്ല എന്നവർ വിചാരിച്ചു. പക്ഷെ വിദ്യാഭ്യാസം കഴിഞ്ഞ് മടങ്ങി വന്നു. അപ്പോൾ ചോദിച്ചു, എനിക്ക് എന്താ വീതം? അപ്പോൾ ജ്യേഷ്ഠന്മാർ പറഞ്ഞു, നിനക്ക് അച്ഛനാണ് വീതം. അച്ഛൻ നഭകനോട് പറഞ്ഞു, മകനെ, നിനക്കുള്ള ഉപജീവനമാർഗം പറഞ്ഞു തരാം. കാരണം അച്ഛൻ ഭാഗത്തിൽ ലഭിക്കേണ്ട വസ്തുവല്ല. ഇവിടെ അടുത്ത് അങ്കിരാസാമയനം എന്ന ഒരു സത്രം നടക്കുന്നു. ദ്വാദശാഹ സത്രമാണ്. ഈ സത്രത്തിൽ 6-ാം ദിവസം ജപിക്കേണ്ട സൂക്തങ്ങൾ എന്തെന്ന് അവർക്ക് നിശ്ചയമില്ലാണ്ട് വരും. ഞാൻ നിന്നെ ആ സൂക്തങ്ങൾ പഠിപ്പിക്കാം. നീ അവിടെ ചെന്നിരുന്ന് അത് ചൊല്ലിക്കേൾപ്പിക്കും. അവർ സന്തോഷിക്കും. അവർ സ്വർഗത്തിലേക്ക് പോകാൻ ഭാവിക്കുന്നവരാണ്. അവർ സ്വത്തുക്കളൊക്കെ നിനക്ക് നൽകും, സംശയമൊന്നും വേണ്ട എന്ന് നഭകൻ്റെ അച്ഛൻ നഭകനോട് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പറഞ്ഞതനുസരിച്ചുകൊണ്ട് പുറപ്പെട്ടു. 6-ാം ദിവസം ജപിക്കുന്ന സൂക്തം നിശ്ചയമില്ലാണ്ട് വന്നപ്പോൾ പറഞ്ഞ് മനസ്സാക്കി കൊടുത്തു. അപ്പോൾ അവർക്ക് സന്തോഷമായി. സ്വത്തുക്കൾ മുഴുവൻ നഭകന് അവർ സമർപ്പണം ചെയ്ത് സ്വർഗത്തിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോഴാണ് ഭാണ്ഡത്തിൽ കെട്ടി സ്വത്തുക്കളൊക്കെ കൊണ്ടുവരാൻ ഭാവിക്കുമ്പോൾ കറുത്ത നിറമുള്ള ഒരാൾ വന്ന് തടുത്തു. എനിക്കാണ് ഇതിന് അവകാശം. പിടിച്ചു പറിക്കാനോ തർക്കിക്കാനോ പുറപ്പെട്ടില്ല. അച്ഛൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞോണമൊക്കെ ആയി. പക്ഷേ ഇപ്പോൾ സ്വത്ത് കൊണ്ടുവരാൻ നോക്കിയില്ല. കറുത്ത നിറമുള്ള ഒരാൾ വന്ന് തടസ്സം ചെയ്തു. അപ്പോൾ നഭകൻ്റെ അച്ഛൻ പറഞ്ഞു, ആ കറുത്ത ആൾ ആരാന്ന് നിനക്ക് മനസ്സിലായില്ല അല്ലേ ഉണ്ണി? സാക്ഷാൽ വക്കത്തപ്പൻ മഹാദേവനാണ് വന്നിരിക്കുന്നത്. ബ്രഹ്മസ്വം സ്വീകരിക്കരുത് എന്ന് നിയമം. അതുകൊണ്ടൊക്കെ മഹാദേവനായിട്ട് സമർപ്പിച്ചോളൂ എന്നാണ്. അവിടെ ചെന്ന് അച്ഛൻ എന്തു പറഞ്ഞോ അതുപോലെ അനുസരിച്ചു എന്നാണ്. കാക്കല വീണപ്പ് മഹാദേവന് കാരുണ്യവരുഷായി. അച്ഛനോട് ചോദിക്കാൻ തോന്നുക, അച്ഛൻ പറഞ്ഞത് അതേപോലെ അനുസരിക്കാൻ തോന്നിയില്ലേ ഉണ്ണി നിനക്ക്? അതുകൊണ്ട് ഈ സ്വത്തൊക്കെ നിനക്ക് തന്നെയാണെന്ന് പറഞ്ഞ് മഹാദേവൻ ദാനം ചെയ്തു. അങ്ങനെ മഹാദേവൻ്റെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ഉണ്ണി നഭകൻ. അദ്ദേഹത്തിൻ്റെ മകനാണ് നാഭാകൻ. അദ്ദേഹത്തിൻ്റെ മകനാണ് അംബരീഷൻ. തികഞ്ഞ വിഷ്ണുഭക്തനായിരുന്നു നാം. 7 സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂമിയുടെ അധിപതിയായിട്ടും മനസ്സ് ഭഗവാങ്കലും ഭക്തരിലും സദാസമയവും അർപ്പിച്ചു വസിച്ചു അദ്ദേഹം. ഈ സമ്പത്തെല്ലാം ലോഷ്ടവൽ സ്മൃതം, വെറും മണ്ണാങ്കട്ട പോലെ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം
എന്ന നിലയിൽ അതിനോട് ആസക്തി വച്ചില്ല എന്ന് മാത്രമല്ല, സവൈമന കൃഷ്ണപദാരവിന്ദയോ വജാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ കരൗഹരേ മന്ദിരമാർജനാദിഷു സ്തുതിം ജകാരച്യുത സൽക്കഥോദൈ. മനസ്സുകൊണ്ട് ഭഗവാനെ സ്മരിക്കുക, വാക്കുകൊണ്ട് ഭഗവാനെക്കുറിച്ച് വർണ്ണിക്കുക, കൈകളെ കൊണ്ട് ഭഗവാന്റെ ക്ഷേത്രം അടിച്ചു വാരുക, ചെവി കൊണ്ട് ഭഗവാന്റെ കഥകൾ കേൾക്കുക. അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവത് പരമാക്കിയിട്ടുള്ള ഭക്തൻ അംബരീഷൻ. അപ്പം എന്തായി, ഭഗവാൻ ആ ഭക്തൻ്റെ സംരക്ഷണം സ്വയം അങ്ങോട്ട് ഏറ്റെടുത്തു. സുദർശനമൂർത്തിയെ രക്ഷയ്ക്കായിട്ട് അയച്ചു കൊടുത്തിരിക്കുകയാണ്. ഇത് അംബരീഷൻ അറിഞ്ഞിട്ടില്ല എന്നാണ്. അതാണ് തന്നെ സമർപ്പണം ചെയ്ത് ഭജിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടത് കൊടുക്കുക, സംരക്ഷിക്കൽ രണ്ടും ഞാൻ തന്നെയാണ്. ഭഗവത്ഗീതയിൽ പറയണ്ടല്ലോ, തേഷാം നിത്യാഭിയുക്തദാന യോഗക്ഷേമം വഹാമ്യഹം. ഭക്തന് വേണ്ടത് കൊടുക്കുക പോരാ, സംരക്ഷിക്കുക രണ്ടും ഞാൻ തന്നെയാണ്. എന്ത് വേണം? ആത്മസമർപ്പണം വേണം. മഹാബലിയെ പോലെ ആ ഒരു സമർപ്പണമായിരുന്നു വാസ്തവത്തിൽ അംബരീഷന്. അതുകൊണ്ട് എന്തായി, ഭക്തന് ഭഗവാൻ വിധേയനായിട്ട് മാറിയതാണ്. തൻ്റെ ഭക്തിക്ക് കുറച്ചും കൂടി ഊറ്റം കിട്ടാൻ എന്ന നിലയിൽ സംവത്സരി ദ്വാദശി വ്രതം ആചരിക്കാൻ നിശ്ചയിച്ചു അംബരീഷൻ. സാധാരണ ഒരു വ്രതമല്ല. മാർഗശീർഷം മുതൽ കാർത്തിക വരെ ഉള്ള ഒരു കാലഘട്ടം. അതാണ് വിഷ്ണുവിൻ്റെ 12 നാമങ്ങൾ ധനുമാസം തൊട്ട് വൃശ്ചികം ഉൾപ്പെടെ 12 മാസങ്ങളായിട്ട് പ്രത്യേകം അനുഷ്ഠിക്കുക. അതാണ് ഈ ദ്വാദശി വ്രതത്തിൻ്റെ പ്രത്യേകത. വിഷ്ണുവിൻ്റെ ഏറ്റവും കേമമായിട്ടുള്ള 12 നാമങ്ങൾ: കേശവൻ, നാരായണൻ, മാധവൻ, ഗോവിന്ദൻ, വിഷ്ണു, മധുസൂദനൻ, ത്രിവിക്രമൻ, വാമനൻ, ശ്രീധരൻ, ഋഷികേശൻ, പത്മനാഭൻ, ദാമോദരൻ. ഇതാണ് ക്രമം. ഇതാണ് ദ്വാദശി തിഥിയാണ് വിഷ്ണുവിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. 12 നാമ പൂജ വിഷ്ണു പ്രീതിക്ക് ഏറ്റവും വിശേഷപ്പെട്ട ഒന്ന്, ദുരിത നിവൃത്തിക്ക് ഏറ്റവും കേമായിട്ടുള്ള ഒന്നാണ്. അങ്ങനെയുള്ള ഒരു കൊല്ലക്കാലത്തെ ദ്വാദശിയൊക്കെ വ്രതങ്ങളായിട്ട് അനുഷ്ഠിക്കാൻ നിശ്ചയിച്ച് ഭാര്യയോടൊപ്പം മധുവനത്തിലേക്ക് താമസം മാറ്റിയതാണ്. അങ്ങനെ 11 ദ്വാദശി നോക്കൽ കഴിഞ്ഞു. കാർത്തികേയ മാസി, വൃശ്ചിക മാസത്തിലെ ദ്വാദശിയുടെ അന്ന് വ്രതം പൂർത്തീകരിക്കുന്ന ഘട്ടം. ഇതാണ് ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞ് പിറ്റേ ദിവസം ദ്വാദശി പണം സമർപ്പിക്കുക ഗുരുവായൂർ എന്നും വിശേഷമാണ്. ആ ഒരു ഘട്ടം അവിടെ ശിവാംശനായിട്ടുള്ള ദുർവാസാവ് അതിഥിയായിട്ട് വന്നു. മേൽപ്പത്തൂർ പറയണത് പരാർത്ഥിശീല സ്വഭാവം അങ്ങനെയാണ് ദുർവാസാവിൻ്റെ എന്ന് കളിയാക്കി പറയുന്നുണ്ട്. ഏതായാലും അംബരീഷ് സന്തോഷമായി, അങ്ങേപ്പോലെ മഹാത്മാവിനെ എനിക്കിന്ന് കാലയച്ചു വിട്ട് കിട്ടിയില്ലേ, ഭാഗ്യമാണ്, കൊണ്ട് വേഗം കുളിച്ചു വന്നോളൂ, അങ്ങേക്ക് ആദ്യം സമർപ്പണം, എന്നിട്ടാവാം ബാക്കിയൊക്കെ നിശ്ചയിച്ച് പറഞ്ഞയച്ചുതാം. ആ ദുർവാസാവ് കാളിന്തിയിൽ കുളിക്കാനായിട്ട് വന്ന സന്ദർഭം ബൃഹധ്യാനം എന്നും പറഞ്ഞ് അവിടെ മുങ്ങിക്കിടന്നൂതാം. ഇവിടെ പാരണ ഘട്ടമായിരിക്കുന്നു. ആദ്യം കാല് കഴിച്ച അതിഥിയായിട്ട് സ്വീകരിച്ച ആളാണ് ദുർവാസാവ്. അപ്പോൾ 2 തരത്തിൽ അദ്ദേഹത്തിന് ശങ്ക വന്നു. മറ്റൊരാളെ അവിടെ ഇരുത്തി പൂജിക്കാന്ന് പറഞ്ഞാൽ അത് വൈകല്യല്ലേതാണ്. ധർമ്മസങ്കടത്തിലായി ദുർവാസാവിനെ കാണാണ്ടായപ്പോൾ ദ്വാദശി കഴിയും മുമ്പേ പാരണ ചെയ്തില്ലെങ്കിൽ 1 കൊല്ലം അനുഷ്ഠിച്ച വ്രതത്തിനെല്ലാം ഭംഗാവും. അതൊരു പോരായ്മ. പിന്നെ പാരണ ചെയ്താൽ ബ്രാഹ്മണാതിക്രമണ രൂപമായിട്ടുള്ള പാപവും മുനിശാപവും വരൂലോ എന്ന ശങ്ക. ആദ്യം കാല് കഴിച്ച ആൾക്ക് വേണം പ്രത്യേകിച്ച് ഊട്ട് നടത്താൻ, അത് വേറെ ആളെ ആയാൽ വയ്യല്ലോ. ഇങ്ങനെയൊക്കെ ധർമ്മസങ്കടത്തിലായ സന്ദർഭത്തിലാണ് സജ്ജനങ്ങൾ, മഹർഷീശ്വരന്മാർ ധാരാളം ഉണ്ടവർ പറഞ്ഞു. വേദത്തിൽ പറയുന്നുണ്ട്, തുളസീതീർത്ഥം, സാലഗ്രാമതീർത്ഥമൊക്കെ സേവിച്ചാൽ പാരണവേടിയൻ്റെ ഫലമായി ആദിത്യത്തിന് ഭംഗമില്ല എന്ന് പ്രമാണമുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് പാരണ വീടാം, വിരോധമൊന്നുമില്ല. അങ്ങനെ സജ്ജനങ്ങളുടെ വാക്ക് സ്വീകരിച്ച് മനസാ അച്യുതം തുളസീതീർത്ഥം എടുത്ത് മനസ്സുകൊണ്ട് ഗുരുവായൂരപ്പനെ സ്മരിച്ച് അദ്ദേഹം സേവിച്ചു.
ഇതറിഞ്ഞു ദുർവാസാവ്. ഞാൻ മരണവരെ കാത്തിരിക്കാൻ തയ്യാറാവാതെ കണ്ട നീയേ പാരണവീടിയെങ്കിൽ സദ്യസ്ഥേ ദർശയേ ഫലം, ഇപ്പം കാണിക്കാം എന്ന് പറഞ്ഞ് ഒരു കൃത്യയെ സൃഷ്ടിച്ച് അംബരീഷിൻ്റെ മുമ്പിലേക്ക് പറഞ്ഞയച്ചു നാം. തീഗോളം പാഞ്ഞ് അടുത്ത് വന്നപ്പോഴും അംബരീഷിന് ഒരു കൂസല ഉണ്ടായിട്ടില്ല. അതാണ് എന്താ അത്, ഭഗവത് സമർപ്പണം ചെയ്ത ഭക്തന് ഭഗവാൻ കൂടെയുണ്ട് എന്ന വിശ്വാസം പൂർണ്ണമായാൽ പിന്നെ മറ്റൊന്നിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് എന്നാ ചജാലപദാൻ നൃപ, ഒരടി പോലും പിൻവലിയുണ്ടായിട്ടില്ല. അതാണ് ഈ ഘട്ടത്തിൽ സ്വസനമൂർത്തി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ കൃത്യയെ നശിപ്പിച്ചു എന്ന് മാത്രമല്ല, ദുർവാസാവിൻ്റെ പുറകെ അങ്ങോട്ട് തിരിഞ്ഞു നാം. പുറം കൊള്ളണേ എന്ന് പറഞ്ഞ് കരഞ്ഞ ദുർവാസാവ് ആദ്യം ബ്രഹ്മാവിൻ്റെ മുമ്പിൽ ചെന്നു. ബ്രഹ്മദേവൻ പറഞ്ഞു, നിവൃത്തിയില്ല, ഭക്തദ്രോഹം എനിക്കും സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല, അതുകൊണ്ട് ഇവിടെ നിൽക്കല്ല ഭേദം. എന്നാൽ നീ മഹാദേവൻ്റെ മുമ്പിലേക്ക് ചെല്ലാം. മഹാദേവൻ പറഞ്ഞു, നീ എൻ്റെ അംശമൊക്കെ ആണെങ്കിലും ഭക്തദ്രോഹം ഞാനും ശ്രമിക്കില്ല, അതുകൊണ്ട് ഇനി രക്ഷ വേണമെങ്കിൽ വൈകുണ്ഠത്തിലേക്ക് പൊക്കോളൂ. ശിവമാർഗ പ്രണേതാരം, അതാണ് വേണ്ട മാർഗം എന്താന്ന് മഹാദേവൻ നിർദ്ദേശിച്ചു. നാം അങ്ങനെ ആഹാച്യുത എന്ന് പറഞ്ഞ് നാമഞ്ജമായിട്ട് വൈകുണ്ഠത്തിലേക്ക് പുറപ്പെട്ടേക്കാണ് ദുർവാസാവ്. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഭഗവാൻ, അഹം ഭക്തപരാധീന, ഞാൻ ഭക്തപരാധീനാണെന്ന് അറിയില്ലേ ദുർവാസാവേ, ഭക്തനല്ല എനിക്ക് തന്നപ്പോൾ ഞാൻ എൻ്റെയൊക്കെ അങ്ങോട്ട് കൊടുത്തു. അതാണ് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്നിരിക്കെ ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ച സ്വസമൂർത്തി ക്ഷമിക്കില്ല. സമാപയ നാഭാഗതനയം തഥ ശാന്തി ഭവിഷ്യതി. നാഭാഗൻ്റെ മകനാകുന്ന അംബരീഷിൻ്റെ കാക്കൽ വീണ് ക്ഷമാപണം ചെയ്തുകൂടാ, അല്ലാണ്ട് നിവൃത്തിയൊന്നുമില്ല. നാമഞ്ജപമൊക്കെ കേമായാലും അക്ഷന്തവ്യമായ അപരാധമാണ്, ഭക്തദ്രോഹം സഹിക്കില്ല. അതാണ് ഗുരുവായൂരപ്പൻ ഒട്ടും ക്ഷമിക്കാത്ത ഒന്നാണ് ഭക്തദ്രോഹം എന്ന് പറഞ്ഞാൽ. ബാക്കിയൊക്കെ ക്ഷമിച്ചു എന്ന് വരാം, അതുകൊണ്ട് നിവൃത്തിയൊന്നുമില്ല എന്ന് പറഞ്ഞ് കൈമലെത്തിയതാണ്. അങ്ങനെയാണ് ദുർവാസാവ് കേമായിട്ട് അംബരീഷിൻ്റെ കാക്കൽ നമസ്കരിക്കാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുക. അപ്പോൾ ഇവിടുത്തെ കഥ എന്താ, ഇവിടെ ജലപാനം കൂടിയില്ലാണ്ട് അംബരീഷൻ ദുർവാസാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ചെയ്ത ദാനമായിട്ടോ യജ്ഞമായിട്ടോ സ്വധർമ്മം ആയിട്ട് അനുഷ്ഠാനങ്ങളെ കൊണ്ടോ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ള കർമ്മങ്ങളുടെ മുഴുവൻ ഫലം ബ്രാഹ്മണരെ ദേവതുല്യന്മാരായി കാണുന്ന വംശത്തിൻ്റെ മഹത്വം കൊണ്ടും ഈ ബ്രാഹ്മണനാകുന്ന ദുർവാസാവന് ആപത്ത് വരുത്തരുതേ വരുത്തരുതേ വരുത്തരുതേ, ദ്വിജോഭവതു വിജ്വല എന്ന് പ്രാർത്ഥിക്കണ കണ്ടപ്പോൾ ദുർവാസാവ് അമ്പരന്ന് പോയതാണ്. എന്താ, നിന്ദിച്ചാക്കും നന്മ വരണേ എന്ന് പ്രാർത്ഥിക്കാറാവണമെങ്കിൽ യഥാർത്ഥ വിഷ്ണുഭക്തന് മാത്രമേ സാധിക്കുള്ളൂ. മഹാത്മ്യം വിഷ്ണു ഭക്താന, വിഷ്ണു ഭക്തിയുടെയും വിഷ്ണു ഭക്തൻ്റെ മഹാത്മ്യം നേരിട്ട് അങ്ങോട്ട് മനസ്സാക്കി. നമ്മൾ പറയില്ലേ, അറിയാത്ത വെള്ള പൊള്ളുമ്പോൾ അറിയും എന്ന് പറഞ്ഞ പോലെയാണ്. ഇതിപ്പോൾ നല്ലവണ്ണം പൊള്ളനേറ്റപ്പാണ് വിഷ്ണു ഭക്തിയുടെ മഹാത്മ്യം, വിഷ്ണു ഭക്തൻ്റെ മഹാത്മ്യം എന്താണ് എന്നങ്ങോട്ട് ബോധ്യമായി. എന്നിട്ടാണ് അഹോ അനന്തദാസാനാം മഹത്വം ദൃഷ്ടമദ്യമേ, വിഷ്ണുഭക്തൻ്റെ മഹാത്മ്യം എന്താണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സായത്. എല്ലാവർക്കും നന്മ വരണേ എന്ന് പ്രാർത്ഥിക്കുന്നൊരു മനസ്ഥിതി അത് യഥാർത്ഥ വിഷ്ണുഭക്തന് മാത്രമേ ഉണ്ടാവുള്ളൂ. ആണ് നിന്ദിച്ചാക്കും നന്മ വരണേ എന്ന് പ്രാർത്ഥിക്കാറാവണമെങ്കിൽ പ്രഹ്ലാദൻ പറഞ്ഞു, സ്വസ്ത്യസ്തു വിശ്വസ്യ കലപ്രസീദതാം, ഒരു അസുരക്കുട്ടിയുടെ പ്രാർത്ഥനയാണ്. ലോകത്തെ എല്ലാവർക്കും നന്മ വരുത്തണേ, എനിക്ക് മാത്രം എന്ന് പറഞ്ഞില്ല. സ്വാർത്ഥതയല്ല, നിസ്വാർത്ഥമായ മനസ്ഥിതിയാണ് ഭക്തി. അത് അംബരീഷൻ്റെ മഹാത്മ്യം കൊണ്ട് നമ്മൾ മനസ്സാക്കേണ്ട ഒന്നാണ്. എന്നിട്ടാണ് കാക്കല വീണു നമസ്കരിച്ചു ദുർവാസാവ് അംബരീഷനെ. ഒപ്പമായിരുന്നു ഊണ് കഴിച്ചു. ലോകത്ത് മുഴുവൻ അംബരീഷൻ എന്ന വിഷ്ണുഭക്തൻ്റെ മഹാത്മ്യം എന്താണ് എന്ന് പാടി നടന്നു. ഇതാണ് ഭഗവാനെ സേവിച്ചൊടുവിൽ സായുജ്യത്തെ പ്രാപിച്ചു കേമായിട്ട് അംബരീഷൻ. അപ്പോൾ ആ വിഷ്ണുഭക്തിയുടെ മഹാത്മ്യം എന്താണ് എന്നുള്ളത് ദുർവാസാവിൽ കൂടി ഭാഗവതം നമ്മളെ പഠിപ്പിക്കാം. കാരണം ദുർവാസാവ് പരിശോധിക്കാൻ പോയി എന്ന് ധരിക്കരുത്, നേരെ മറിച്ച് വിഷ്ണു പുരാണമാണ് ശ്രീമദ് ഭാഗവതം. അത് വിഷ്ണുഭക്തൻ്റെയും വിഷ്ണുഭക്തിയുടെയും പ്രാധാന്യം എന്താണ് എന്ന് ഈ കഥ കൊണ്ട് പഠിപ്പിക്കുകയാണ്.
ദ്വാദശി അനുഷ്ഠാനത്തിൻ്റെ പൂർണ്ണഫലം ഇതാണ്. എന്ത്? ഭേദബുദ്ധി ഇല്ലാതെ കണ്ട് പൂർണ്ണമായിട്ടുള്ള ഒരു മനസ്ഥിതി, അതാണ് ഭക്തി എന്ന് പറഞ്ഞാൽ. അതാണ് ഇച്ഛാദ്വേഷവിഹീനേന സർവത്ര സമചേതസ. വെറുപ്പ് അതേപോലെ ആഗ്രഹങ്ങൾ ഇതൊന്നുമില്ലാണ്ട് സമഭാവന, അതാണ് ഭക്തി. അത് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒന്നാണ്. അതാണ് പ്രാരബ്ധം തൻ്റെ കർമ്മഫലം. അവിടെ ഈശ്വരനെ ഒരിക്കലും പഴി പറയാത്തവനാണ് യഥാർത്ഥ ഭക്തൻ. ഇനി വീണ്ടും വീണ്ടും ജന്മകർമാദികളിൽ പെടാണ്ടിരിക്കാൻ മനസ്സ്, വാക്ക്, പ്രവർത്തികൾ ഇവ ഭഗവത് അർപ്പണം വരുത്തുക. ഫലാപേക്ഷയില്ലാതെ സ്വധർമാനുഷ്ഠാനം കൊണ്ട് കർമ്മസമർപ്പണം വരുത്തുക. ഇതാണ് ഭക്തി. ഇത് ഈ കഥയുടെ പൊരുളായിട്ട് നമ്മൾ കാണേണ്ട ഒന്നാണ്. അതാണ് അംബരീഷൻ എന്ന വിഷ്ണു ഭക്തൻ്റെ വിഷ്ണു ഭക്തിയുടെ മാഹാത്മ്യത്തെ പ്രസ്താവിക്കുകയാണ് വേദവ്യാസ മഹർഷി. ഈ ചരിതം കൊണ്ട് നമുക്കും ഗുരുവായൂരപ്പൻ വേണ്ടവണ്ണമുള്ള കാപട്യമില്ലാതെ കണ്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള സമർപ്പണ ഭക്തി നമുക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.